എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും കാത്തിരുന്ന റെയിൽവേയുടെ NDPC റിക്രൂട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ, അതായത് ഷോർട്ട് നോട്ടീസ് വന്നിട്ടുണ്ട്. ഡീറ്റെയിൽസ് നോക്കാം നമുക്ക്. ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസികൾ അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് RRB ആണിപ്പോൾ സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടീസ് കൊണ്ടുവന്നിരിക്കുന്നത്. കാറ്റഗറി നമ്പർ വരുന്നത് 05/2024 06/2024 വരുന്നത്. അതായത് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. ഫോർ ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളിലേക്കാണ്. അതായത് ഡിഗ്രി ഉള്ളവർക്കും ഡിഗ്രിക്ക് താഴെ ഉള്ളവർക്കുമാണ് അപേക്ഷിക്കാനായിട്ട്, ഡിഗ്രിക്ക് താഴെ യോഗ്യതയുള്ളവർക്കുമാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത്. എല്ലാ തസ്തികകളിലേക്കും അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 14 മുതലാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി പറഞ്ഞേക്കുന്നത് ഒക്ടോബർ 13 വരെയാണ്. ഷോർട്ട് നോട്ടീസാണ് വന്നിരിക്കുന്നത്. ഗ്രാജുവേറ്റ് പോസ്റ്റുകളുടെ നമ്പർ വരുന്നത് 05/2024 വരുന്നത്. ഏതൊക്കെ തസ്തികകളാണ് ഗ്രാജുവേറ്റ് പോസ്റ്റിൻ്റെ കീഴിൽ വരുന്നത് നോക്കാം. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ഇത്രയും തസ്തികകളിലേക്കാണ് ഗ്രാജുവേറ്റ് ലെവലിൽ വന്നിരിക്കുന്നത്. വിശദമായിട്ട് നോക്കിയാൽ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ആണെന്നുണ്ടെങ്കിൽ പേ ലെവൽ 6 ആണ്. ശമ്പളം ലഭിക്കുന്നത് 35,400 രൂപയാണ്. പ്രായപരിധി 18 മുതൽ 36 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. വേക്കൻസി 1736 വേക്കൻസിയാണുള്ളത്. അടുത്തത് സ്റ്റേഷൻ മാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ശമ്പളം ലഭിക്കുന്നത് 35,400 രൂപയാണ്. പ്രായപരിധി എല്ലാ പോസ്റ്റുകളിലേക്കും 18 മുതൽ 36 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. വേക്കൻസി വരുന്നത് 994 ആണ്. അടുത്ത പോസ്റ്റ് ഗുഡ്സ് ട്രെയിൻ മാനേജർ ആണ്. ശമ്പളം ലഭിക്കുന്നത് 29,200 രൂപയായിരിക്കും. പ്രായപരിധി ഓൾറെഡി പറഞ്ഞു, 18 മുതൽ 36 വയസ്സ് വരെയാണ്. വേക്കൻസി 3144 വരുന്നത്. ഇനി അടുത്തത് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ വേക്കൻസി വരുന്നത് 1507 ആണ്. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണെങ്കിൽ വേക്കൻസി വരുന്നത് 732 ആണ്. അങ്ങനെ ആകെ ഗ്രാജുവേറ്റ് ലെവലിൽ ആകെ മൊത്തം 8113 വേക്കൻസിയാണ് വരുന്നത്. ഈ എല്ലാ തസ്തികകളിലേക്കും അപേക്ഷിക്കേണ്ട പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയാണ്. ഇനി നമുക്ക് അടുത്തത് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾ, അതായത് +2 യോഗ്യതയുള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്പർ വരുന്നത് 06/2024 വരുന്നത്. ഇതിൻ്റെ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് സെപ്റ്റംബർ 21 മുതലാണ്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി പറയുന്നത് ഒക്ടോബർ 10 ആണ്. ഏതൊക്കെ പോസ്റ്റുകളാണ് +2 ലെവലിൽ വരുന്നതെന്ന് നോക്കാം. കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, ശമ്പളം ലഭിക്കുന്നത് 21,700 രൂപയാണ്. പ്രായപരിധി 18 മുതൽ 33 വയസ്സ് വരെയാണ്. 2022 വേക്കൻസിയാണുള്ളത്. അടുത്ത തസ്തിക അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ്. ശമ്പളം 19,900 രൂപയാണ് ലഭിക്കുന്നത്. പ്രായപരിധി 18 മുതൽ 33 വയസ്സ് വരെയാണ്. വേക്കൻസി വരുന്നത് 361 ആണ്. അടുത്ത പോസ്റ്റ് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ്. ശമ്പളം ലഭിക്കുന്നത് 19,900 രൂപയാണ്. വേക്കൻസി 990 ആണ്. അടുത്ത പോസ്റ്റ് ട്രെയിൻസ് ക്ലർക്കാണ് വരുന്നത്. ശമ്പളം ലഭിക്കുന്നത് 19,900 രൂപയാണ്. വേക്കൻസി 72 ആണ്. ഈ എല്ലാ തസ്തികകളിലേക്കും അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 മുതൽ 33 വയസ്സ് വരെയാണ്. ഇതിലെല്ലാം അപേക്ഷിക്കാനായിട്ട് ഫിസിക്കൽ ഫിറ്റും കൂടെ പറയുന്നുണ്ട്. അതായത് കണ്ണിൻ്റെ കാഴ്ചശക്തിയൊക്കെ കൃത്യമായിട്ട് തന്നെ വേണം. തിരഞ്ഞെടുക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വഴിയായിരിക്കും. എക്സാം ഫീസ് വരുന്നത് 500 രൂപയായിരിക്കും. SC/ST കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും 250 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നും മറ്റു കാര്യങ്ങളുമൊക്കെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണ് വിശദമായിട്ട് നോക്കാനായിട്ട് കഴിയുന്നത്. ഏതൊക്കെ RRBകളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്ന് ഇവിടെ പറയുന്നുണ്ട്. തിരുവനന്തപുരവും ഉണ്ട്. അപ്പോൾ ഇത് ഷോർട്ട് നോട്ടീസാണ് വന്നിരിക്കുന്നത്. വിശദമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് +2 ലെവലിലുള്ളത് സെപ്റ്റംബർ 21-നും ഡിഗ്രി ലെവലിലുള്ളത് സെപ്റ്റംബർ 14-നുമാണ്. അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.